3 കാര്യം മാത്രമേ ഞാൻ പറഞ്ഞു പിരിയുന്നുള്ളൂ. ഒന്ന്, ശൈഖുനായ ആർക്കെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ ആ മഹാനായ മനുഷ്യന്റെ അന്ത്യനിമിഷത്തിലെ 3 കാര്യങ്ങൾ നോക്ക് നിങ്ങൾ. 3 കാര്യം. ഒന്ന്, മഹാനായ ശൈഖുനായ ശംസുൽ ഉലമ ലോകത്തോട് വിട പറയുമ്പോൾ ആ മഹാനുഭാവൻ 1996 ഈ ലോകത്തോട് വിട പറയുന്ന സമയത്ത് നിങ്ങൾ ഓർക്കണം, ഡിസംബർ മാസം 10-ാം തീയതി നോക്കണം നിങ്ങൾ. ഓഗസ്റ്റ് 10 സമസ്ത കേരള ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡ് എക്സിക്യൂട്ടീവ് മീറ്റിംഗ്. ഇതുപോലത്തെ ഓഗസ്റ്റ് മാസം വിദ്യാഭ്യാസ ബോർഡ് എക്സിക്യൂട്ടീവ് മീറ്റിംഗ് നടക്കുക. വിദ്യാഭ്യാസ ബോർഡ് എക്സിക്യൂട്ടീവ് മീറ്റിംഗ് നടക്കുമ്പോ ബഹുമാനപ്പെട്ടവരായ യോഗത്തിന് വന്നു. 1996 ഓഗസ്റ്റ് 10, അന്ന് 2ാം ശനിയാഴ്ച കലണ്ടർ നോക്കിയാൽ കാണാൻ പറ്റും. അന്ന് അദ്ദേഹം ആശുപത്രിയിൽ നിന്ന് ഡോക്ടറുടെ സമ്മതം വാങ്ങിയിട്ടാണ് വരുന്നത്. ആശുപത്രിയിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ വരാൻ മാത്രമുള്ള ഒരു വലിയ മീറ്റിംഗ് ഒന്നും അവിടെ ഇല്ല. അജണ്ട അത്ര ഗൗരവമില്ല. അതുകൊണ്ട് തന്നെ ആ യോഗത്തിലേക്ക് ശൈഖുന നേരിട്ട് വന്നു. അപ്പൊ എന്തുകൊണ്ട് ശൈഖുന വന്നു എന്നൊരു ചോദ്യം അങ്ങനെയുള്ള മുഖത്തുണ്ട്. അത് അദ്ദേഹത്തിന്റെ ബോധ്യം. മഹാനായ ശൈഖുന അവർകൾ ആ യോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ ആശുപത്രിയിൽ നിന്നാണ് വരുന്നത്, ഡോക്ടറെ സമ്മതം വാങ്ങിയിട്ടാണ് ഞാൻ വരുന്നത്. ഞാൻ വന്നതൊരു പ്രധാന കാര്യം തീരുമാനമാക്കാനാണ്. നമ്മളൊക്കെ നമ്മുടെ മരിച്ചുപോയ നേതാക്കൾക്ക് വേണ്ടി, സമത്വയുടെ ആലിമീകൾക്ക് വേണ്ടി ദ്വാരക്കാറുണ്ട്. പക്ഷെ നമ്മൾ യോഗം കൂടുമ്പോൾ ദുആ ചെയ്യും, ദ്വാരക്കാൻ വേണ്ടി യോഗം കൂടാറില്ലല്ലോ. അവർക്ക് ദ്വാരക്കാൻ വേണ്ടി ദിവസം നിശ്ചയിച്ച് ഒരു നല്ല സംവിധാനം ഉണ്ടാക്കി ഒരു ദ്വാ സമ്മേളനം വെച്ചാൽ എന്താ? കൊല്ലത്തിൽ ഒരിക്കൽ ഒരു ആണ്ട് പോലെ, കൊല്ലത്തിൽ ഒരിക്കൽ പ്രാർത്ഥനാ ദിനം. 1996 വരെ സമത്വത്തിന് മുമ്പിൽ അങ്ങനത്തെ ഒരു ചിന്ത ഉണ്ടായിട്ടില്ല. അള്ളാഹ് ആ മനുഷ്യന് കൊടുത്തൊരു ബർക്കത്തുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞു, നമുക്കൊരു പ്രാർത്ഥനാ ദിനം നിശ്ചയിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ നിശ്ചയിച്ചു, സെപ്റ്റംബർ 6, അടുത്ത മാസം സെപ്റ്റംബർ 6 പ്രാർത്ഥനാ ദിനം. ആ പ്രാർത്ഥനാ ദിനത്തിന്റെ സന്ദേശം എല്ലാ സ്ഥലത്തും എത്തി. ജനങ്ങളൊക്കെ ഒന്നാമത്തെ പ്രാർത്ഥനാ ദിനത്തിൽ പ്രാർത്ഥിക്കാൻ തയ്യാറായി മദ്രസയും പള്ളിയും ഒക്കെ ഒരുക്കി സംഘടനാപുരത്തിന് തയ്യാറായി നിൽക്കുക. അതിന്റെ 17 ദിവസം മുമ്പ് ശൈഖുന ഈ ലോകത്തോട് വിട പറഞ്ഞു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. 17 ദിവസം കഴിഞ്ഞപ്പോൾ ആളുകൾ മുഴുവൻ ഈ ദുആ സമ്മേളനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനിരിക്കുകയാണ്. പക്ഷേ അതിന്റെ 17 ദിവസം മുമ്പ് അദ്ദേഹം മരിച്ചു. 17ാമത്തെ ദിവസം പ്രാർത്ഥനാ ദിനം വരുമ്പോൾ എല്ലാ യൂണിറ്റുകളിലും, എല്ലാ മദ്രസകളിലും, എല്ലാ പള്ളികളിലും നല്ല പ്രാർത്ഥന. വിദേശത്ത് പോലും മലയാളികൾ പ്രാർത്ഥന. തന്റെ ഖബറിലേക്ക് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥന ബുക്ക് ചെയ്തുകൊണ്ട് മരിച്ചുപോയി. താൻ മരിക്കാൻ സമയമായി എന്ന് കണ്ടുകൊണ്ടാണ് ഈ പ്രാർത്ഥന അദ്ദേഹം ബുക്ക് ചെയ്തത്. പിന്നെ ഓരോ കൊല്ലവും സമത്വത്തെ പ്രാർത്ഥനാ ദിനം. ശൈഖുന മരിക്കുന്നതിന് മുമ്പതില്ല, ശൈഖുനാന്റെ നാവ് കൊണ്ട് തീരുമാനമെടുപ്പിച്ചു. ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ, നമുക്കൊക്കെ ഈ ലോകത്തുനിന്ന് പോയാൽ കിട്ടാനുള്ള ഏറ്റവും വലിയ നിധി എന്താ? നമ്മുടെ ഖബറിലേക്ക് വരുന്ന ഈ ദുആ. ശൈഖുനായുടെ ഖബറിലേക്ക് എത്ര ദിവസം ദുആ ആണ് പോകുന്നത്? ആ ദുആ തന്റെ ജീവിതകാലത്ത് തന്നെ തീരുമാനമാക്കാൻ റബ്ബ് തആല തൗഫീഖ് നൽകിയെങ്കിൽ അതിനാണ് വിലായത്ത് എന്ന് പറയുന്നത്, അതിനാണ് ദുർഗതി എന്ന് പറയുന്നത്. ഇൽമു കൊണ്ട് വിലായത്ത് മറച്ചു വെച്ച മഹാൻ. എന്നപോലെ അദ്ദേഹം ചെയ്ത 2ാമത്തെ പ്രവർത്തനം, മഹാനവറുകൾ ആശുപത്രിയിൽ കിടക്കുമ്പോൾ ആ മഹാനായ മനുഷ്യൻ ലോകത്തോട് വിട പറഞ്ഞ രീതി എങ്ങനെയാണ്? സുബഹിന്റെ ബാങ്ക് ഇങ്ങനെ വിളിക്കാൻ സമയമായി. ശൈഖുന മരിച്ച അന്ന് പത്രത്തിൽ വന്ന ബോക്സ് ന്യൂസ് അറിയുമോ നിങ്ങൾക്ക്? പത്രത്തിൽ വന്ന ബോക്സ് ന്യൂസ് സുബഹിയുടെ ബാങ്കോട് കൂടെയാണ് മരണമെന്ന്. മരണം സുബഹിയുടെ ബാങ്കോടുകൂടെ. സുബഹിയുടെ ബാങ്ക് ഇങ്ങനെ വിളിക്കുന്നു, അദ്ദേഹം എഴുന്നേറ്റിരിക്കാൻ ശ്രമിക്കുന്നു. സുബഹി ബാങ്കിന് ഉത്തരം കൊടുക്കുന്ന സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ടവർ സുബഹിയുടെ ബാങ്ക്, അന്ന് ഫാത്തിമ ഹോസ്പിറ്റലിൽ ബഹുമാനപ്പെട്ട അബ്ബാസ് സാഹിബ് ഉണ്ട്, അദ്ദേഹം അവിടെയുണ്ട്. അദ്ദേഹം ബാങ്ക് വിളിക്കുന്ന, അവിടെ നിസ്കരിക്കാൻ റൂമുണ്ട്, അവിടെ ചാർജ് ഉണ്ട് അദ്ദേഹത്തിന്. ബാങ്കിന്റെ വെളി ഹോസ്പിറ്റലിൽ കേൾക്കും, പുറത്തുനിന്നും കേൾക്കും. ബാങ്ക് ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ബാങ്കിന്റെ അവസാനത്തെ ലഫ്ള്, അത് ശൈഖുനായുടെ ആ അവസാനത്തെ വാക്കിന്റെ കൂടെ യോജിച്ചു വന്നു. മുഅദ്ദിന്റെ അവസാനത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടല്ലോ, ആ ലാ ഇലാഹ ഇല്ലല്ലാഹോടൊപ്പം ശൈഖുനയും പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതാണ് പറഞ്ഞാൽ അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയാൽ ദഖലൽ ജന്ന ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബാങ്ക് വിളിക്കുന്ന ആള് ആ ബാങ്ക് വിളിക്ക് ഉത്തരം കൊടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ പ്രത്യേകത. എന്താ? ലോകത്ത് 2 മനുഷ്യന്മാരെ കബർന്ന് ആ രീതിയിലുള്ള വാചകം പറഞ്ഞുകൊണ്ട് പുറത്തു വരുള്ളൂ എന്ന് പറഞ്ഞു. 2 മനുഷ്യന്മാരെ വിചാരാ യുലബ്ബിൽ മുലബ്ബി യുഅദ്ദിനുൽ മുഅദ്ദിനു, യുലബ്ബിൽ മുലബ്ബി യുഅദ്ദിനുൽ മുഅദ്ദിനു. ബാങ്ക് നാളെ കബറിൽ എഴുന്നേൽക്കുമ്പോ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ എഴുന്നേൽക്കുക. മൂപ്പരോട് പിന്നെ ചോദിക്കാം,
തെൽബിയത്ത് ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്ന് ചെല്ലുന്ന ആളുകൾ ഹജ്ജിന് കയറാൻ കിട്ടിയാണ്. അയാൾ മരിച്ചാൽ ഖബറിൽ എഴുന്നേൽക്കുമ്പോൾ ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്നാ പറയാം. യുലബ്ബിൽ മുലബ്ബി യുഅദ്ദിനുൽ മുഅദ്ദിനു. ഓനോട് രണ്ടാളോട് പിന്നെ മൻ റബ്ബുക്കാൻ ചോദിക്കേണ്ട ആവശ്യമില്ല. അല്ലാഹു പഠിപ്പിച്ചാൽ വേണ്ട ചോദിക്കുമ്പോൾ അവരോടെയാണ്. അവരോട് ചോദിക്കൂല ഖീല ദുഖുലുൽ ജന്ന, അവരോട് സ്വർഗത്തിലേക്ക് പോകാൻ പറയുമെന്ന് റവാഹുൽ ബുഖാരി ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നേരെ സ്വർഗത്തിലേക്ക് പോകാൻ പറയും. അവരോട് ചോദ്യമില്ല. അതാണ് ബാങ്കിന്റെ ലഫ്റ്റിനാണ് ഉത്തരം കൊടുത്തത്. മടക്കിയെടുക്കാൻ കഴിയാത്ത അവസാനത്തെ ശ്വാസത്തോടെ ബാങ്കി കൊതിച്ചു വന്ന് കൊടുക്കണേ നിങ്ങള്. മൂന്നാമത്തെ അത്ഭുതം നോക്ക് നിങ്ങൾ. ആ മഹാൻ മരിക്കുന്നതിന്റെ തൊട്ട മുമ്പ് ബഹുമാനപ്പെട്ട സയ്യിദ് സുലൈമാൻ ഇബ്നു അസീരിയെ ചുമതലപ്പെടുത്തി സമസ്ത അധ്യക്ഷ പദവിയിൽ അദ്ദേഹത്തെ അധ്യക്ഷ പദവിയിൽ ഇരുത്തിയപ്പോൾ തന്നെ ശൈഖുനാഥ് ഒരു കാഴ്ചപ്പാട് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് ചില കാര്യങ്ങളുണ്ട്. മഹാനായ തങ്ങളവர்கள் വരക്കലെ കുടുംബവുമായി ബന്ധപ്പെട്ടു, മറ്റു ചിലരും പരിശ്രമിച്ചു. ആ സ്ഥലം സമസ്തക്ക് വിലക്ക് വാങ്ങാൻ സംവിധാനമായി. സമസ്ത സ്ഥാപിച്ച ബാനി ഹദറത്തായ മുല്ലക്കോയ തങ്ങൾ മക്കാമ് വെറുതെ കൊടുത്തു സമസ്തക്ക്. അതിന്റെ ചുറ്റുവട്ടത്തെ സ്ഥലത്തിന് സമസ്ത വിലയും കൊടുത്തു. ഇന്ന് ആ മക്കാമ് നമ്മുടെ കയ്യിലാണ്. ആ മക്കാമ് രജിസ്റ്റർ ചെയ്ത വിവരം ശൈഖുനായോട് ചെന്ന് പറഞ്ഞു. അപ്പൊ ശൈഖുനപ്പ മനസ്സ് തുറന്നുകൊണ്ട് എന്റെ ഖബർ അവിടെയായിരിക്കണം, എന്നെ അവിടെയാണ് മറവ് ചെയ്യേണ്ടത്, ശൈഖിന്റെ പള്ളിയിൽ മറവ് ചെയ്യുമെന്ന് മോഹിച്ചവരുണ്ട്. നന്ദി ദാറുസലാമിന്റെ മുറ്റത്ത് ഖബറെടുക്കാൻ സജ്ജമായവരുണ്ട്. സ്വന്തം വീട്ടിൽ ഖബറെടുക്കിയാൽ 12,000 ശിഷ്യന്മാർ സിയാറത്ത് ചെയ്താൽ കുടുംബത്തിന് വലിയ വരുമാനമാകുമായിരുന്നു. ഒന്നും അദ്ദേഹം സ്വീകരിച്ചില്ല. മഹാനവർകൾ പറഞ്ഞു, ആരും ചിന്തിക്കാത്ത, ഒരാള് മനസ്സിലും വരാത്ത, ശൈഖുനാന്റെ മനസ്സിൽ മാത്രം വന്നൊരാശയം മുല്ലക്കോയത്തങ്ങളുടെ കാലിന്റെ ചുവട്ടിലേക്ക് കിടക്കണം. നടക്കുന്ന കാര്യമില്ലല്ലോ. ആ തങ്ങൾ കുടുംബത്തിന്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാ. പക്ഷെ അതിന്റെ മുമ്പ് മരിക്കുന്നതിന് മുമ്പ് ശൈഖുന സമത്വയുടേതാക്കി അല്ല കൊടുത്ത കഴിവ് ആക്കിയിട്ട് ശൈഖുന അവിടെ കബറൊരുക്കി. ശൈഖുനായ സിദ്ദീഖ് തങ്ങളെ നബി തങ്ങളെ വിളിച്ച് കിടത്തിയതുപോലെ മഹാനവറുള്ളതാ കിടക്കുന്നു. സംശയമുണ്ടോ? ശൈഖുന ശംസുലമ ആദർശ വ്യതിയാനം വന്നവനാണെന്ന് പറഞ്ഞവരുണ്ടോ? ശൈഖുനാക്ക് തുറന്ന കത്ത് എഴുതിയവരുണ്ടോ? ശംസുലമക്ക് ഒരു തുറന്ന കത്ത് എഴുതിയിട്ട് അദ്ദേഹത്തിന്റെ ഈമാൻ നഷ്ടപ്പെട്ടു പോയി എന്ന് എഴുതിയ സാധുക്കളെ പഠിക്കണേ. മഹാനായ ശൈഖുനാഥ കിടക്കുന്ന മുല്ലക്കോയത്തങ്ങളുടെ കാലിന്റെ ചുവട്ടിൽ. അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമുക്ക് തരുന്ന അലാമത്താണത്. മഹാനായ മുല്ലക്കോയത്തങ്ങളുടെ കാലിന്റെ ചുവട്ടിൽ ശൈഖുന കിടക്കുമ്പോൾ മനസ്സിലാക്കുക, ഒന്നും പറയണ്ട. ശൈഖുന ശംസുലമ ബഹുമാനപ്പെട്ട മുല്ലക്കോയത്തങ്ങളുടെ പാത ഹയാത്താക്കിയ മനുഷ്യനാണ്. അതിനപ്പുറം എന്താ ശൈഖുനയെ കുറിച്ച് പറയേണ്ടത്? ഈ 3 ഉദാഹരണം മാത്രം സാധാരണക്കാരൻ കയ്യിൽ വെച്ചാൽ മതി. വേറെ ഒന്നും പ്രസിദ്ധിക്കണ്ട. ആ 3 ഉദാഹരണം മാത്രം മതി. ശൈഖുന ഈ ലോകത്ത് ചെയ്ത സേവനത്തിന്റെ വലിയ അംഗീകാരം പടച്ചറപ്പ് കൊടുത്തതാ. ഒരു മനുഷ്യന് അന്ന് കൊടുക്കുന്ന ഏറ്റവും വലിയ അംഗീകാരം എന്താ? അവന് ആക്കിബത്ത് നന്നാക്കി കൊടുക്കാനുള്ളതാ. പടച്ചവനെ ഞങ്ങളെ ആക്കിബത്ത് നീ നന്നാക്കി തരണേ തമ്പുരാനെ. അള്ളാഹു നമ്മുടെ ആക്കിബത്ത് നന്നാക്കി തരുമാറാവട്ടെ.